നമസ്കാരം, ഞാൻ റൻസോയ്. ഇത് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർപ്പുങ്കൽ ഇടവക ദേവാലയം. ധാരാളം ആളുകളാണ് ഉണ്ണീശോയുടെ അനുഗ്രഹം തേടി ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പാരിഷ് ഹാൾ നവീകരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. മാർസ്ലീവ പാരിഷ് ഹാൾ ചേർപ്പുങ്കൽ. നവീകരിച്ച ചേർപ്പുങ്കൽ മാർസ്ലീവ AC പാരിഷ് ഹാളിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം പാലാരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഈ വരുന്ന ദിവസം നിർവഹിക്കും. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ ജോസ് കെ മാണി, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ മാണി സി കാപ്പൻ, ശ്രീ മോൻസ് ജോസഫ് എന്നിവർ സന്നിഹിതരായിരിക്കും. ചേർപ്പുങ്കൽ പുറാനാപ്പള്ളി വികാരി വെരി റെവറൻ ഫാദർ മാത്യു തെക്കേൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. മാറി വരുന്ന കാലഘട്ടത്തിൽ സൗകര്യങ്ങളോടുകൂടിയ ഈ പാരിഷ് ഹാൾ പൊതുജനത്തിന് ഉപകാരപ്രദമാകുമെന്നതിൽ സംശയമില്ല. പാലാ പ്രദേശത്തെ തന്നെ ഏറ്റവും വലിയ പാരിഷ് ഹാളുകളിൽ ഒന്നാണ് ചേർപ്പുങ്കൽ മാർസ്ലീവ പാരിഷ് ഹാൾ. രണ്ട് സുഹൃത്തുക്കൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിലെത്തുകയും ഉണ്ണീശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുള്ളവരാണ്. അവരുടെ അഭിപ്രായങ്ങളിലേക്ക് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഉണ്ണീശോ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ ഇടുന്നത് തൊട്ടടുത്ത് തന്നെയാണ് താമസം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ണീശോയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ വരെ നമുക്ക് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട് നടന്നു കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവരാണ്. പോകുന്ന വഴിക്ക്, അതായത് വീട് വാക്കുപ്പലം എന്ന് പറയും, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട്. എറണാകുളത്തുമാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ കയറി ഉണ്ണീശോയോട് പ്രാർത്ഥിച്ച് എന്നെ ഒഴിച്ചിട്ടേ പോകാറുള്ളൂ. അതൊരു വിശ്വാസമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ വീണ്ടും അനുഗ്രഹം കിട്ടും. അതുമാത്രമല്ല, ആ അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഈ പള്ളിയിലേക്ക് കൂടുതൽ നിങ്ങൾക്ക് വരാനുള്ള ഉത്സാഹം നിങ്ങൾക്ക് കൂടുകയും. തീർച്ചയായിട്ടും നമ്മൾ നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം നമുക്ക് സാധിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. നമ്മുടെ ഉള്ളിലൊരു വിഷമം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്കതൊന്ന് കുറയുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്കത് കിട്ടുമെന്നൊരു പ്രതീക്ഷ കൂടുതലായിട്ട് കിട്ടും. അതിനനുസരിച്ച് വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് പറയാനുള്ളത്? ശരിയാണ്. ഞങ്ങൾ പോരുന്ന വഴിക്കും ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. പക്ഷെ ഇപ്പം തന്നെ ഞങ്ങൾ 2 തവണ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നിട്ട് ഉണ്ണീശോയുടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയും വെള്ളത്തിൽ എണ്ണ ഒഴിക്കുകയും ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ കൊണ്ട് വരുമ്പോൾ ഇടയ്ക്ക് എപ്പോൾ വന്നാലും ഇവിടെ കയറുകയും ഉണ്ണീശോയുടെ വെള്ളത്തിൽ എണ്ണ ഒഴിക്കുകയും ചെയ്യും. ആൾ പറഞ്ഞതുപോലെ തന്നെ അത് ഞങ്ങൾക്ക് പേഴ്സണലി അനുഭവമുണ്ട്. ഇവർക്ക് നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉണ്ണീശോയോട് പ്രാർത്ഥിച്ച് വെള്ളത്തിൽ എണ്ണ ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. അതൊരു വിശ്വാസം തന്നെയാണ്. നമുക്കറിയാം, ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം ചേർപ്പുങ്കൽ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ്. യാതൊരു സംശയമില്ല. നമുക്കറിയാം, ആദ്യ വെള്ളിയാഴ്ച ആചരണമെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഈ ചേർപ്പുങ്കൽ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓഡിറ്റോറിയം, അതായത് ധാരാളം പരിപാടികൾ നടക്കുന്നതാണ് ഈ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഈ ഓഡിറ്റോറിയം AC ആക്കുമ്പോൾ അത് ചേർപ്പുങ്കൽ ഗ്രാമനിവാസികൾക്കല്ല, പുറത്തുനിന്നുള്ള ആളുകൾക്ക് കൂടി ഒരുപക്ഷെ അത് പ്രയോജനപ്പെട്ടിരിക്കും. അപ്പം ഒരു സാക്ഷാത്കാരമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഈ വരും നാളിൽ അത് അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുമ്പോൾ ചേർപ്പുങ്കൽ ഗ്രാമനിവാസികളുടെ, അല്ലെങ്കിൽ ചേർപ്പുങ്കൽ ഇടവകയെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അവരുടെ സ്വപ്നം യാഥാർത്ഥ്യം ആവുക കൂടി ചെയ്യുകയാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം, നോർമൽ ഫാൻ നമുക്കറിയാം, ഒരു മഴ അല്ലെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ്. ആർക്കും അങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം അതൊരു AC ഓഡിറ്റോറിയം ആകുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്കാണെങ്കിലും ഇടയ്ക്ക് തോന്നും ഇത് കുറച്ചുകൂടെ ഒരു തണുപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നൽ അവിടെ നിന്നൊരു പരിപാടി അറ്റൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തോന്നും. അതങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ എന്തായാലും മാറിക്കിട്ടും. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് പല പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഒരു കല്യാണം മാത്രമല്ല, പല പരിപാടികൾ.
പല കാര്യങ്ങളും ഇവിടെ ഓർഗനൈസ് ചെയ്ത് ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ്. ഇതിനൊരു തീരുമാനം എന്തായാലും വളരെ നല്ലതാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. ഞാനൊക്കെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്, ഒരു ടീം വർക്കാണ് എല്ലാ കാര്യങ്ങളുടെയും വിജയം. കാരണം നിങ്ങൾ ഒരാൾ മാത്രം അല്ലെങ്കിൽ ചേട്ടൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യമല്ല. കാരണം ഇവിടെ വികാരിയച്ഛനും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വികാരിയച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റച്ഛന്മാരും, അതിനോടൊപ്പം തന്നെ കൈക്കാരന്മാരുണ്ട്, അതുപോലെ തന്നെ ഇടവക അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാലോ ഇതുപോലുള്ള വലിയ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇടവകയുടെ പ്രതിച്ഛായ അഥവാ ഇടവകയുടെ മുഖച്ഛായ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതും. ശരിയല്ലേ? ഉറപ്പായിട്ടും ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതിന് കൂട്ടായിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നവരും കൂടെ അതിൻ്റെ ഒപ്പം നിന്ന് കൊടുക്കണം. ഒരാളൊരു തീരുമാനം എടുത്താൽ അത് നടത്തിയെടുക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന കാര്യമല്ല. കൂടെ ഉള്ളവരും കൂടെ അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇവരിറങ്ങി പ്രവർത്തിച്ചു അവരുടെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു സ്വപ്നം നടപ്പാകുന്നു. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ അഭിമുഖം നിങ്ങളുമായിട്ട് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അതെ, അത് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നടക്കാൻ പറ്റിയാലാത്ത കാര്യമാണ് സാധിച്ചതെന്നാണ് നിങ്ങൾ പറയുകയുണ്ടായത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ചേർപ്പങ്കൽ ഇടവകയെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും ഇടവകയിൽ വരാത്തവർ പോലും ചിലപ്പോൾ ഈ വീഡിയോ ഒരു പക്ഷേ കണ്ടെന്നിരിക്കും. അവരോടൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ശരിക്കും നമുക്കറിയാലോ, വിശ്വാസമൊക്കെ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പഴയ പോലുള്ള വിശ്വാസം അതിലേക്ക് നമ്മൾ കിടക്കുന്നു. പക്ഷേ ഈ അവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ നേർസാക്ഷ്യമാണോ നിങ്ങൾ രണ്ടുപേരും? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നടക്കില്ല എന്ന് കരുതിയ കാര്യം, ഞങ്ങളുടെ വിവാഹക്കാര്യം തന്നെയാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇത് കാര്യം മുന്നോട്ടെടുത്ത് വെച്ചപ്പോൾ തൊട്ട് നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. തടസ്സങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് നടത്തിത്തരണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട്, ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. നമ്മൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ്, ഇത് നടത്തിത്തരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഞങ്ങൾക്കത് നടന്ന് കിട്ടുകയും ചെയ്തു. കിട്ടും എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങളിത് ചോദിക്കുന്നത്. കിട്ടുകയും ചെയ്തു. ഏതൊക്കെയായാലും ഈ രണ്ട് സുഹൃത്തുക്കളാണ് എന്നോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. നമുക്കറിയാം, ചേർപ്പങ്കൽ ഇടവക ദേവാലയത്തിൽ പുതിയതായി നവീകരിച്ച AC ഓഡിറ്റോറിയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടക്കാനിരിക്കുകയാണ് ഇവർ പ്രതികരിച്ചത്. AC ഓഡിറ്റോറിയത്തെക്കുറിച്ച് മാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ ഉണ്ണീശോ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടി ഇവർ ഈ അവസരത്തിൽ നമ്മോട് പറയുകയുണ്ടായി. ഏതൊക്കെയായാലും നിങ്ങൾക്ക് എല്ലാവിധ നിങ്ങൾ എന്നോട് പ്രതികരിച്ചതിനും അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയും ഉയർച്ചയുണ്ടാകട്ടെ. നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ണീശോ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആശംസകളും മംഗളങ്ങളും. ഒപ്പം ഒരിക്കൽ കൂടി പ്രതികരിച്ചതിന് രണ്ടുപേർക്കും ഹൃദയംഗമായി നന്ദി. താങ്ക് യു. അനുദിനം ഉത്തരം പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഈ ഇടവക ദേവാലയത്തിന് ഇനിയും പുരോഗതിയിലേക്ക് നീങ്ങട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. ഇത് ചേർപ്പങ്കൽ ഇടവക ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നും റെൻസോയ് ജോസ്.